ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഗൈസ്, ഞാനിന്ന് പുതിയൊരു ഗെയിമായിട്ടാണ് വന്നേക്കണേ. പുതിയ ഗെയിമൊന്നുമല്ല കേട്ടോ ഗൈസ് ഈ ഗെയിം ഇറങ്ങിയിട്ട് കുറച്ച് ആളായി, പക്ഷെ ഞാനിത് ആദ്യമായിട്ടാണ് കളിക്കാൻ പോണേ. ഈ ഗെയിമിൻ്റെ പേര് മൗണ്ടൻ ക്ലൈംബ് 4x4 എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇവിടെ ഒരു ജീപ്പുണ്ട്. ഇത് ജീപ്പിൻ്റെ ഏതൊരു മോഡലാണെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് ഈ മോഡൽ ഏതാണെന്ന് കറക്റ്റായിട്ട് അറിയില്ല. നമുക്കവിടെ ഗ്രാഫിക്സ് ഒക്കെ ലോ, മീഡിയം, ഹൈ ഒക്കെ ഉണ്ട്. പിന്നെ ലാംഗ്വേജ് നമുക്ക് ഇംഗ്ലീഷ് കൊടുക്കാം. കൺട്രോൾസ് നമുക്ക് സ്റ്റിയറിംഗ് ഉണ്ട്, മറ്റേ ആരോ വെച്ച് കൺട്രോൾ ചെയ്യണ ആ സംഭവം ഉണ്ട് കേട്ടോ ഗൈസ്. ഓക്കെ, നമുക്കേതായാലും ഗ്രാഫിക്സ് ഒരു ഹൈ ഇട്ട് നോക്കാം. ഹൈ ഇടുമ്പോഴാണ് കേട്ടോ ഗൈസ് ഗെയിം കാണാൻ കുറച്ചും കൂടെ രസം. പക്ഷെ നമുക്കേതായാലും മീഡിയത്തിലിട്ട് കളിക്കാം ഗൈസ്. പിന്നെയല്ലേ, ഞാനാണെങ്കിൽ 8 വരെയുള്ള ലെവലുകൾ കളിച്ചു. ഇനി നമുക്ക് 9ാമത്തെ ലെവൽ കളിച്ചു നോക്കാം. ഓക്കെ, ലോഡായുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടി. നമ്മൾ ഈ വഴിക്കട നമ്മൾ അവിടെ ഒരു വെള്ളച്ചാട്ടം കാണില്ല ഗൈസ്. നമ്മൾ അവിടം വരെ പോയി വണ്ടി നിർത്തണം. അവിടെ എത്തുമ്പോഴാണ് നമ്മൾ ജയിക്കണേ. ഇവിടെ ഇങ്ങനെ വളവും തിരിവൊക്കെ ഉണ്ടാവും. നിലത്തോട്ട് ചാടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി പൊട്ടിത്തെറിക്കും. പറഞ്ഞില്ല, ഇതേ പോണു. നമ്മുടെ വണ്ടി ഇവിടെ നിലത്തോട്ട് ചാടി നൈസായിട്ട് പൊട്ടിത്തെറിച്ചു. എക്സ്പ്ലോഡർന്ന് കാണിച്ചു. ആടൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ് ഈ ഗെയിമിൽ. നെറ്റ് ഓഫ് ആക്കിയിട്ടിട്ട് വരെ ഈ ഗെയിമിൽ ആടുമുണ്ട്. ഓക്കെ, നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തു കളി. പിന്നെ ഓക്കെ, നമുക്കിങ്ങനെ കോയിനൊക്കെ എടുക്കണം കേട്ടോ ഗൈസ്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ നെറ്റ് ഓഫാക്കി ഇട്ടേക്കാം. ഓക്കെ, നമ്മൾ ഇവിടെ മോളിൽ കാണിക്കുന്ന ഒരു സമയത്തിനുള്ളിൽ എത്തിയില്ലെങ്കിൽ നമുക്ക് 3 സ്റ്റാർ കിട്ടില്ല. നമ്മൾ പെട്ടെന്ന് എത്തിക്കഴിഞ്ഞാൽ 3 സ്റ്റാർ കിട്ടും. ഏറ്റവും വൈകി എത്തിക്കഴിഞ്ഞാൽ 1 സ്റ്റാറാണ് കേട്ടോ ഗൈസ് കിട്ടുള്ളൂ. ഇവിടെ നമുക്ക് 9 കോയിന് കളക്ട് ചെയ്യാനുണ്ട്. ഇപ്പോൾ പോയാൽ താഴത്തോട്ട് ഞാൻ അവിടെ 5 കോയിൻ വരെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കോയിനുണ്ട്, ഇത് നമുക്ക് എടുക്കാം. ഈ വണ്ടിയുടെ ബ്രേക്ക് തീരെ പോരാ കേട്ടോ ഗൈസ്, ഒട്ടും ബ്രേക്കില്ല. ഈ വണ്ടിക്ക് പിന്നെ സ്പീഡും ഇല്ല. ചിലപ്പോൾ ഇത് ഓഫ് റോഡ് വണ്ടി ആയിരുന്നെങ്കിലും സ്പീഡ് കുറഞ്ഞിട്ട് ടോർക്ക് കൂടുതലായിരിക്കും. അത് വിഷയമുള്ള കാര്യമല്ല, പക്ഷേ ബ്രേക്ക് വേണ്ടേ ഗൈസ് വണ്ടി നിർത്താൻ. ഇവിടെ നമുക്ക് 1 സ്റ്റാറാണ് കിട്ടിയോളാകെ. നമ്മൾ 9 കോയിനും കളക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒത്തിരി സ്റ്റാർ കിട്ടിയില്ല, 1 സ്റ്റാർ ആകെ കിട്ടിയുള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത ലെവലായ 10 കളിക്കാം. ഓക്കെ, പെട്ടെന്ന് ലോഡൊക്കെ ആവുന്നുണ്ട്. ഗ്രാഫിക്സും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഗൈസ്. ഈ ഗെയിമിന് വെറും 95 MB ഒക്കെ ഉള്ളൂ. നമുക്ക് 2 ക്യാമറ ആംഗിൾ ഉണ്ട് കേട്ടോ ഗൈസ് ഇതിൻ്റെ അകത്ത്. ഇതാകുമ്പോൾ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും 360 ഡിഗ്രി. അപ്പോൾ ഈ വണ്ടി കയറണമല്ലോ ഗൈസ്. ഓക്കെ, കയറിയുണ്ട്. ഈ ജീപ്പാണ് ചെറുതായിട്ട് താറൊക്കെ പോലെ ഉണ്ട്, പക്ഷെ ഇത് താറൊന്നുമല്ല. ഓക്കെ, ഈ ചെറിയ വഴിക്കട വേണം നമുക്ക് പോകാൻ. ഓക്കെ, നമ്മളോട് ജയിക്കാറായി. ഇവിടെ അങ്ങോട്ട് ചാടി പോകാതിരുന്നാൽ കുഴപ്പമില്ല. ബാക്ക് ടയർ ചെറുതായിട്ടൊന്ന് തെന്നി കുഴിയിൽ വീണേനിപ്പോൾ. ഓക്കെ, 6ാമത്തെ കോയിൻ ഇവിടെ ഉണ്ട്, അത് കൊടുക്കാം. വെൽക്കം ടു ഹിൽ എന്നൊക്കെ ഉള്ള ബോർഡ് വെച്ചിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് 1 സ്റ്റാറാണ് കേട്ടോ ഗൈസ് കിട്ടിയിട്ടുള്ളൂ. അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ, നമുക്കിനി അടുത്ത ലെവൽ കളിക്കാം. ഓക്കെ, ഇനി നേരെ ഹോമിലേക്ക് പോയി. നമുക്കിനി അടുത്ത ലെവൽ 11 കേട്ടോ ഗൈസ് കളിക്കണ്ടേ. ഇതിനകത്ത് ഞാൻ വിചാരിച്ച പോലെ മലയക്കടയൊക്കെ കയറി ഓഫ് റോഡൊക്കെ അടിക്കണേ അയക്കും എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. സ്പീഡ് വേണ്ട ഒത്തിരി. ഇതിൻ്റെ അകത്ത് നമ്മളിങ്ങനെ വളച്ചെടുക്കണതാണ് ഗൈസ് ഏറ്റവും വലിയ ടാസ്ക്. ഒന്നാമത് വണ്ടിക്ക് ബ്രേക്കും ഇല്ല, എന്നാലും ഇച്ചിരി സ്പീഡ് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ വണ്ടി താഴത്തേക്ക് പോകും. അതായത് നോക്കിയും കണ്ടൊക്കെ പോവാം. നമുക്കിനി കുറച്ചും കൂടെ ഉള്ളൂ. കയറ്റവും വളവും തിരിവാണ് ഇച്ചിരി പ്രശ്നമുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നേരെ പോയാൽ മതി. പിന്നെ ഈ വണ്ടി ചെറുതായിട്ടൊന്ന് വളയ്ക്കുമ്പോൾ ഇച്ചിരി കൂടുതലങ്ങ് വളഞ്ഞുകൊണ്ട് അതാണ് ചെറിയൊരു സീനുള്ളൂ. അങ്ങനെ ആവില്ലായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സിമ്പിളായിട്ട് കളിക്കാമായിരുന്നു. നമുക്കിവിടെ 104 കോയിൻ കിട്ടി.
നമുക്കിനി അടുത്ത ലെവൽ 12 കൊണ്ട് കളിക്കാം ലാസ്റ്റായിട്ട്. ഓക്കെ, ലോഡായിട്ടുണ്ട്. നമുക്ക് വണ്ടി എടുക്കാം, നേരെ കത്തിച്ചു വിടാം. ഇവിടെ ചാടാനുള്ള സംഭവമുണ്ട് ഗൈസ്. ഓ, വണ്ടിക്ക് ബ്രേക്ക് കിട്ടുള്ള. നേരെ താഴത്തേക്ക് പോയത് കണ്ടില്ല ഗൈസ്. ഇതാണ് കുഴപ്പം. കയറ്റം ഓർത്ത് സ്പീഡ് കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാടാന്ന് ഓർത്ത് ഞാൻ സ്പീഡ് കൂട്ടിയതാണ്. എങ്ങാനും വണ്ടി താഴത്തോട്ട് പോകുന്ന ഓർത്ത് അപ്പോൾ ബ്രേക്ക് കിട്ടാതെ താഴത്തോട്ട് പോയി അപ്പുറം ലാൻഡായിട്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് മൊത്തം 12 കോയിൻ എടുക്കാനുണ്ട്. ഓ, ജസ്റ്റ് മിസ്. ബാക്ക് ടയർ അതിൻ്റെ അകത്ത് കുടുങ്ങിയിരുന്നായിരുന്നു. ഇപ്പം ഓക്കെ, ഇനി സീനില്ലാന്ന് തോന്നുന്നു. ഓക്കെ, 6 കോയിനായി. ഇനി നമുക്ക് 6 കോയിനും കൂടെ കളക്ട് ചെയ്താൽ മതി. ഇവിടെ ഒരു കോയിനുണ്ട്, അല്ല 2 കോയിനുണ്ട്. ഓക്കെ, അതെടുക്കാം. 7, 8ആയി. ഇവിടെ 9ാമത്തെ കോയിനുണ്ട്, അതും എടുക്കാം. ഓക്കെ, 9ാമത്തെ കോയിൻ എടുത്തു. 10 എടുത്തു. ഇനി നമുക്ക് 2 എണ്ണം കൊണ്ട് എടുത്താൽ മതി. ഓക്കെ, 11ആയി. 12 ആയി ഗൈസ്. നമ്മളവിടെ ലാസ്റ്റ് സ്ഥലത്തെത്തി. വെള്ളച്ചാട്ടത്തിനടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് 2 സ്റ്റാർ കിട്ടി. എന്നിട്ട് 3 സ്റ്റാർ നമുക്ക് തന്നില്ല കേട്ടോ ഗൈസ്. ഓക്കെ, ഇവിടെ നമുക്ക് വണ്ടിയുടെ കളറ് മാറ്റാൻ പറ്റും. വേറെ ഒന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല കേട്ടോ ഗൈസ്. അലോയും ടയറൊന്നും നമുക്ക് മാറ്റാനൊന്നും പറ്റില്ല. നമുക്ക് ആകെ ഈ വണ്ടിയുടെ കളർ മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. പിന്നെ ഗൈസ്, നമുക്ക് വേറെ വണ്ടികളൊക്കെ മേടിക്കാൻ പറ്റും. അതിനൊക്കെ പക്ഷേ ഭയങ്കര വിലയാണ്. അതിൻ്റെ അകത്ത് ഫോർഡിൻ്റെ ഏതോ ഒരു പിക്കപ്പ് ട്രക്കൊക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് എല്ലാ കളറും ഒരു ഡാർക്ക് ഷെയ്ഡിലാണ് എല്ലാ കളറും ഉള്ളത്. നമുക്കേതായാലും ഈ പച്ച അടിക്കാം. അപ്പോൾ ഗൈസ്, ഏതായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൊണ്ട് സബ് ചെയ്ത് അടിച്ച് പൊട്ടിക്കുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു പുതിയ വീഡിയോ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.